ഫാൻസ് വലിയ ആഘോഷത്തിലാണ്. സത്യം ജയിച്ചു എന്ന് ദിലീപ് ഫാൻസ് ആത്മവിശ്വാസം കൊള്ളുന്നു. പ്രതിക്കൂട്ടിൽ ആശ്വാസത്തോടെ ദിലീപ് എന്ന് കോടതിക്കകത്തു നിന്ന് പിന്നിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 7ഉം 8ഉം പ്രതികളെ കുറ്റവിമുക്തനാക്കിയിരിക്കുകയാണ്. ചാർലി തോമസിനെയും ഗോപാലകൃഷ്ണൻ എന്ന ദിലീപിനെ കോടതി വെറുതെ വിട്ടു എന്നുള്ളതാണ് ഈ വാർത്തയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഗൂഢാലോചന കേസ് തെളിയിക്കാൻ ആസ്പദമായ കാര്യങ്ങൾ പ്രോസിക്യൂഷന് പ്രസന്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് വിചാരണ കോടതിയുടെ കണ്ടെത്തൽ. വിചാരണ കോടതി വെറുതെ വിട്ട ദിലീപിനെ ഇനി മേൽക്കോടതികൾ ശിക്ഷിക്കുമോ? ദിലീപിന്റെ ഈ കാര്യത്തിലെ ആശ്വാസം അന്തിമമായ ആശ്വാസമായി മാറുമോ? മേസ്തിരി സനലിനെയും വെറുതെ വിട്ടിരിക്കുന്നു. ആദ്യത്തെ 6 പ്രതികളെ ശിക്ഷിക്കുകയും ദിലീപ് അടക്കമുള്ള പ്രതികളെ വെറുതെ വിടുകയും ചെയ്തിരിക്കുന്നു. ദിലീപിനെ വേട്ടയാടുകയായിരുന്നു എന്നാണ് ഫാൻസ് അവകാശപ്പെടുന്നത്. ഏറ്റവും സുപ്രധാനമായ വിധി വരുന്ന മണിക്കൂറാണിത്. ചലച്ചിത്ര നടൻ 8ാം പ്രതി ദിലീപിനെ കുറ്റവിമുക്തനാക്കിയിരിക്കുന്നു വിചാരണ കോടതി. നടി ആക്രമിക്കപ്പെട്ട കേസിൽ രാജ്യം കാത്തിരുന്ന വിധി വന്നിരിക്കുകയാണ്. അതിൽ 1 മുതൽ 6 വരെയുള്ള പ്രതികൾ മാത്രമാണ് കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തിയിരിക്കുകയാണ്. 7ാം പ്രതിയും 8ാം പ്രതിയും 7ഉം 8ഉം പ്രതികൾ കുറ്റവിമുക്തരാണ്. ദിലീപും ചാർലി തോമസും കുറ്റവിമുക്തരാണ് എന്ന് കോടതി വിധി പ്രസ്താവിച്ചിരിക്കുന്നു. ഗൂഢാലോചന കുറ്റം തെളിയിക്കാൻ സാധിച്ചിട്ടില്ല. സംശയത്തിന്റെ ആനുകൂല്യം 8ാം പ്രതിയായ ദിലീപിന് കിട്ടിയിരിക്കുകയാണ്. ഗൂഢാലോചന കുറ്റം തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചിട്ടില്ല. ദിലീപിനെ വെറുതെ വിട്ടു കോടതി എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. 8ാം പ്രതി ദിലീപ് കുറ്റക്കാരനല്ല എന്ന് കോടതി വിധി എഴുതിയിരിക്കുന്നു. ദിലീപിനെ വെറുതെ വിട്ടുകൊണ്ടുള്ള ഉത്തരവ് വായിച്ചിരിക്കുകയാണ്. 1 മുതൽ 6 വരെ പ്രതികൾ മാത്രമാണ് കുറ്റക്കാരെന്ന് കോടതി വിധിച്ചിരിക്കുന്നു. 1ാം പ്രതി പൾസർ സുനി, ഈ കേസിൽ നേരിട്ട് പങ്കെടുത്ത 6 പേർ. 1ാം പ്രതി പൾസർ സുനി, 2ാം പ്രതി മാർട്ടിൻ തുടങ്ങിയ 6 പേരാണ് ഈ കേസിൽ കുറ്റക്കാരെന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. ദിലീപിനെതിരെയുള്ള കുറ്റം തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വിചാരണ കോടതിയുടെ കണ്ടെത്തൽ. അതായത് നേരിട്ട് ഈ കുറ്റകൃത്യത്തിൽ പങ്കെടുത്ത 6 പേർ ഒഴികെയുള്ള എല്ലാവരെയും കോടതി വെറുതെ വിട്ടിരിക്കുകയാണ്. അതായത് ചാർലി തോമസ്, ദിലീപ്, സനൽകുമാർ, ജി ശരത്ത്, ചാർലി തോമസ്, ദിലീപ്, സനൽകുമാർ, ശരത്ത് എന്നീ 4 പ്രതികളെ, ആദ്യത്തെ 6 പ്രതികളെ ശിക്ഷിക്കുന്നു. ബാക്കി 4 പ്രതികളെ വെറുതെ വിടുന്നു. ദിലീപിനെ വെറുതെ വിട്ടു എന്നുള്ളതാണ് ഈ മണിക്കൂറിലെ, ഈ ദിവസത്തെ, ഈ വർഷത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. 8ാം പ്രതിയായിരുന്ന ദിലീപിനെ നടിയെ ആക്രമിച്ച കേസിൽ കോടതി കുറ്റക്കാരനല്ല എന്ന് കണ്ട് വെറുതെ വിട്ടിരിക്കുന്നു. ഗൂഢാലോചന കുറ്റം തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല. 2017 ജൂൺ 28-ാം തീയതിയാണ് ദിലീപിനെയും നാദിർഷയെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്തത്. ജൂലൈ 10-നാണ് ദിലീപ് അറസ്റ്റിലാകുന്നത്. അന്ന് മുതൽ ഇങ്ങോട്ട് ഏതാണ്ട് 8 വർഷക്കാലം നീണ്ട നിയമ നടപടികൾക്ക് ശേഷം ദിലീപ് നടി ആക്രമിക്കപ്പെട്ട കേസിൽ കുറ്റവിമുക്തനായിരിക്കുകയാണ്. ഈ 6 പ്രതികൾക്ക് എന്താണ് അതിജീവിതയോടുണ്ടായിരുന്ന വൈരാഗ്യം എന്നത് സംബന്ധിച്ച് ദിലീപ് പുറത്തേക്ക് വരികയാണ്. വിജയശ്രീ ലാളിതനായി ദിലീപ് പുറത്തേക്ക് വരികയാണ്. നീതി ദേവതയുടെ കണ്ണ് മൂടപ്പെട്ടോ? മലയാളി മനസാക്ഷി ഏറ്റവും അധികം മുറിവേൽക്കപ്പെട്ട ഈ സംഭവത്തിൽ കോടതി വിധി ആ നടിയെ സംബന്ധിച്ചുള്ള നീതിയാണോ? കോടതിക്ക് മുൻപാകെ വരുന്നത് തെളിവുകളാണ്. ഇഴകീറി പരിശോധിക്കുമ്പോൾ സംശയത്തിന്റെ ആനുകൂല്യം കിട്ടുമായിരിക്കും. ഞാൻ അതിന് നിയമപരമായ കാര്യങ്ങളിൽ കമന്റ് ചെയ്യാൻ ആളില്ല. പക്ഷേ ഈ വിഷയത്തിൽ പൊതുസമൂഹത്തിനുള്ള ബോധ്യം കൂടിയുണ്ട്. ദിലീപിനെ ഈ കേസിൽ വെറുതെ വിടുമ്പോൾ നീതിബോധം സംബന്ധിച്ച നമ്മുടെ അടിസ്ഥാന സങ്കല്പങ്ങൾക്ക് തന്നെ പോറലേൽക്കുകയാണോ എന്ന സംശയം ഈ നാട്ടിലെ ഒരു വനിത ഉന്നയിച്ചാൽ അതിനെന്തായിരിക്കും മറുപടി? നിയമ സംവിധാനത്തിന് മുകളിൽ നേരത്തെ പറഞ്ഞതുപോലെ നീതി ദേവത കണ്ണുകെട്ടി നിൽക്കുകയാണ് എങ്കിൽ പോലും കണ്ണുനീര് വന്നു തൊടുമല്ലോ, ചോര വന്നു തൊടുമല്ലോ എന്ന പല കേസുകളിൽ മനുഷ്യന്മാർ ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ആ നിലയ്ക്ക് നമ്മുടെ ഏറ്റവും പ്രിയങ്കരിയായ ഒരു പെൺകുട്ടി ഈ കൊച്ചി നഗരത്തിൽ ഒരു ഓടുന്ന വാഹനത്തിനുള്ളിൽ ക്രൂരമായി ഗാങ് റേപ്പ് ചെയ്യപ്പെട്ടിട്ട് ആദ്യത്തെ 6 പ്രതികൾ, ആ സംഭവത്തിൽ നേരിട്ട് പങ്കെടുത്ത ആളുകൾക്ക് മാത്രമാണ് അതിൽ പങ്ക് എന്ന് നിയമ സംവിധാനം നീണ്ട 8 വർഷത്തെ നടപടികൾക്ക് ശേഷം കണ്ടെത്തിയിരിക്കുന്നു. അത് എനിക്ക് തോന്നുന്നു വിചാരണ തുടങ്ങിയ ആദ്യഘട്ടത്തിൽ തന്നെ വേണമെങ്കിൽ എത്താൻ കഴിയുന്ന കാര്യമാണ്. അതിനെ സാധൂകരിക്കുന്ന തരത്തിലുള്ള തെളിവുകൾ ഈ വന്ന കാലത്ത്, ഇത്രയും സാങ്കേതിക വിദ്യ വികസിച്ച കാലത്ത് സാധ്യമാണ്. 8 വർഷക്കാലത്തെ വിചാരണയ്ക്ക് ശേഷം അതിന് പിന്നിൽ ഒരു ഗൂഢാലോചനയേ ഇല്ല എന്ന് നിയമ സംവിധാനം കണ്ടെത്തിയിരിക്കുന്നു. തീർച്ചയായും 8 വർഷം പോരാടി എന്ന് അഭിമാനിക്കാം ആ വനിതയ്ക്ക്. പ്രോസിക്യൂഷനും അതുപോലെ തന്നെയാണ്. അതുപോലെ മെറ്റിക്കുലസായി നടത്തിയ കേസാണ്. അന്വേഷണ സംഘം എല്ലാ തരത്തിലുള്ള പ്രലോഭനങ്ങളെയും പ്രകോപനങ്ങളെയും ഭീഷണികളെയും അതിജീവിച്ച് അന്വേഷണ ഏജൻസികൾ നടത്തിയ പ്രവർത്തനം, അന്വേഷണ ഏജൻസികളും പ്രോസിക്യൂഷനും അവർക്ക് ചെയ്യാൻ കഴിയുന്നതിന്റെ മാക്സിമം ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ പ്രോസിക്യൂഷന്റെ വീഴ്ചയോ അന്വേഷണ സംഘത്തിന്റെ വീഴ്ചയോ ചൂണ്ടിക്കാണിക്കുന്നത് വലിയ അനീതിയായിരിക്കും. ചെയ്യാവുന്നതിന്റെ അപ്പുറം അന്വേഷണ ഏജൻസിയും പ്രോസിക്യൂഷനും ചെയ്തിട്ടുണ്ട്. പക്ഷേ വിധി മറ്റൊന്നാണ്. അത് കോടതിയുടെ കാര്യമാണ്. ഇപ്പോൾ ദിലീപ് ഫാൻസ് കോടതിക്ക് പുറമെ മധുരം വിതരണം ചെയ്യുകയാണ്. ഈ ഒരു പെൺകുട്ടി
ഈ അതിഹീനമായി കേരള ചരിത്രത്തിൽ ഇല്ലാത്ത വിധത്തിൽ ആക്രമിക്കപ്പെട്ട ആ നിമിഷത്തെ, ആ വേദനയെ മറികടക്കാൻ ഈ ലഡു വിതരണത്തിന്, ഈ മധുര വിതരണത്തിന്, ഈ പടക്കം പൊട്ടിക്കലിന് കഴിയുമോ? ഇങ്ങനെയൊക്കെ നമ്മൾ സമൂഹത്തെ പരിഹസിക്കേണ്ടതുണ്ടോ എന്ന് ഈ ഫാൻസ് കൂടി ആലോചിക്കുന്നത് നന്നാകും. അല്ല, സാധാരണഗതിയിൽ നോക്കൂ, KSRTC ബസ്സിൽ പെൺകുട്ടികൾക്കെതിരെ അധിക്ഷേപം നടത്തുന്ന ആളുകൾ ജയിലിൽ പോയി തിരികെ വരുമ്പോൾ മാലയിട്ട് സ്വീകരിക്കുന്നത് കണ്ടവരാണ് മലയാളികൾ. അപ്പോൾ ആ മാലയാണ് ഈ പറയുന്നത് പോലെ ഈ പ്രതികൾക്കൊക്കെ ഈ മധുരം പങ്കുവയ്ക്കാൻ നിൽക്കുന്ന മനുഷ്യരുണ്ടല്ലോ, അവരടക്കം കേരളത്തിലെ സ്ത്രീകൾക്ക് ഒരു വലിയ വെല്ലുവിളിയാണ് എന്നുള്ളതാണ്. ഈ റേപ്പിസ്റ്റുകളെക്കാൾ പേടിക്കേണ്ടത് പൊട്ടൻഷ്യൽ റേപ്പിസ്റ്റുകളെയാണ് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. ആ നിലയ്ക്ക് ഒരു പെൺകുട്ടി ഹീനമായി ആക്രമിക്കപ്പെട്ടിട്ട് അവർ വിരൽ ചൂണ്ടിക്കാണിച്ച ഒരാൾ കുറ്റവിമുക്തനാക്കുമ്പോൾ ആഘോഷിക്കുന്ന സമൂഹം. ദിലീപിന്റെ വീടിന് മുമ്പിൽ കേക്ക് മുറിക്കുന്നു, മധുര വിതരണം ചെയ്യുന്നു, കോടതിക്ക് മുമ്പിൽ മധുരം വിതരണം ചെയ്യുന്നു. ദിലീപ് അല്പസമയത്തിനകം പുറത്തേക്കിറങ്ങും. കഴിഞ്ഞ 8 കൊല്ലം കേരളത്തെ പിടിച്ചു കുലുക്കിയ കേസിൽ പ്രവചിക്കപ്പെട്ടതുപോലെ, അല്ലെങ്കിൽ പലരും ആശങ്കപ്പെട്ടതുപോലെ ദിലീപ് കുറ്റവിമുക്തനായിരിക്കുന്നു. കോടതിക്ക് മുമ്പിൽ നിയമം, ഇതിന്റെ ഇഴകീറി പരിശോധനകൾ, അതിന്റെ തെളിവുകൾ വളരെ പ്രധാനമാണ്. അതുകൊണ്ട് കോടതി പരിഗണിച്ച ഒരു വിഷയത്തിൽ കോടതിയുടെ കൺക്ലൂഷൻ എങ്ങനെ എന്നുള്ളതിൽ നമുക്ക് പുറത്തു നിന്നൊരു വിധി പ്രസ്താവനയോ അതിലൊരു കമന്റോ സാധ്യമാകില്ല. പക്ഷേ പുറത്തു നിന്ന് നമുക്ക് നോക്കുമ്പോൾ ഒരു ബലാത്സംഗ കേസിൽ ഒരു പ്രതിയെ തെളിവുകളുടെ ആനുകൂല്യത്തിൽ, തെളിവുകളുടെ അഭാവത്തിൽ വെറുതെ വിടുമ്പോൾ ഈ ആഘോഷം വേണോ എന്ന് നിശ്ചയമായും ചോദിക്കാം. സമൂഹ മാധ്യമങ്ങളിൽ ആഘോഷം തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഈ കാണുന്ന മധുര വിതരണവും പടക്കം പൊട്ടിക്കലിനും അപ്പുറത്ത് സമൂഹ മാധ്യമങ്ങളിൽ വലിയ ആഘോഷം തുടങ്ങിയിട്ടുണ്ട്. ഇനി അയാൾ ആണ് സംസാരിക്കുക. ഇതുവരെ കേട്ടത് ഏകപക്ഷീയമായ വിധിയെഴുത്തലുകളും വാർത്താ വിചാരണകളും മാത്രമാണ്. ഇനി ദിലീപിന് പറയാനുള്ളത് സമൂഹം കേൾക്കും എന്നതടക്കമുള്ള വിധിയെഴുത്തലുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്.